ട്രംപിന്റെ നേതൃത്വത്തിൽ വീണ്ടും ഒരു മാജിക് സംഭവിക്കുമോ എന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. 3 വർഷമായി നടന്നുവരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിനാകുമോ എന്നതാണ് ചോദ്യം. നമുക്കറിയാം, ഗസയിൽ തുടർന്നു വന്ന കൂട്ടക്കുരുതിയിൽ ഒരു പരിധിവരെ പ്രശ്നപരിഹാരത്തിന് ട്രംപിന് സാധ്യമായ അവിടെ ഒരു വെടിനിർത്തൽ സാധ്യമായത് ട്രംപിന്റെ 20 പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിനുശേഷവും ചില വെടിനിർത്തൽ കരാർ ലംഘനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അത് വലിയ ആശ്വാസമായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ചുവട് വിരിച്ച് ഇപ്പോൾ ഒരു 28 പദ്ധതി ട്രംപ് തയ്യാറാക്കിയിരിക്കുന്നു. ട്രംപ് അതിന് അനുമതി നൽകിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. യുക്രൈൻ പീസ് പദ്ധതി ട്രംപ് അംഗീകരിച്ചിരിക്കുന്നു. അത് 28 പദ്ധതിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ റഷ്യ യുക്രൈൻ യുദ്ധം 3 വർഷമായി തുടർന്നു വരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന് കഴിയുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ട്രംപ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ചർച്ചകൾ പല ഇടങ്ങളിലുമായി നടന്നു വരികയാണ്. ട്രംപ് ഇതിനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയതാണ്. പുടിനുമായി സംസാരിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ ട്രംപ് പല തവണയായി നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ പല ഘട്ടങ്ങളിലും പുടിൻ അകന്നകന്നു പോകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ട്രംപും പുടിനും തമ്മിലുള്ള അസ്വാരസ്യങ്ങളിലേക്കും മറ്റുമൊക്കെ അത് നയിക്കുന്നത് കണ്ടതാണ്. കൂടിക്കാഴ്ചകൾ പോലും മുടങ്ങുന്ന ഘട്ടമൊക്കെ അതിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള സൈനാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ 28 പദ്ധതി അംഗീകരിക്കപ്പെടുമോ, 3 വർഷമായി തുടർന്നു വരുന്ന യുദ്ധം അവസാനിക്കുമോ തുടങ്ങിയ പ്രതീക്ഷയോടുകൂടി രാജ്യം പല കോണുകളിലായി നടക്കുന്ന ചർച്ചകൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കരാറിൽ തീരുമാനമായാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുമെന്നാണ് നയതന്ത്ര വിദഗ്ധർ കണക്കുകൂട്ടുന്നത്. ഇതൊരു സീക്രട്ട് പ്ലാനാണ്. എന്തൊക്കെയാണ് ഈ 28 പദ്ധതി എന്ന വിവരം പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത്തരം ഒരു പ്ലാൻ ട്രംപ് അംഗീകാരം നൽകിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് എന്നത് പുറത്തില്ല. നമുക്കറിയാം, നേരത്തെ പല തവണ ട്രംപ് സെലൻസ്കിയോട് ഉൾപ്പെടെ കുറെ വിട്ടുവീഴ്ചകൾ വേണ്ടിവരും, റഷ്യ പിടിച്ചടക്കിയ കുറെ സ്ഥലങ്ങൾ അവർക്ക് തന്നെ കൊടുക്കേണ്ടി വരും തുടങ്ങിയ സൂചനകൾ നൽകിയിരുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ 28 പദ്ധതികൾ എന്നതിൽ യാതൊരു വ്യക്തതയും ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് പ്രാവർത്തികമാകുമോ ഇല്ലയോ എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുക ഇപ്പോൾ നയതന്ത്ര വിദഗ്ധരെ സംബന്ധിച്ച് സാധ്യമാകുന്ന സാഹചര്യമില്ല. പക്ഷേ സമാധാനത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ പ്രശ്നപരിഹാരത്തിലേക്കും വെടിനിർത്തലിലേക്കും നയിക്കുന്ന ചില ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. ഈ ഗാസ പദ്ധതിക്ക് സമാനമായി തന്നെയാണ്, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ 28 പദ്ധതി ഇതിലും തയ്യാറായിരിക്കുന്നത്. നിർണായക ചർച്ചകൾ തുടരുകയാണ്. റഷ്യൻ പ്രതിനിധി കിറിൽ ദിമിത്രിയേവും യുക്രൈൻ ഉദ്യോഗസ്ഥരും കരാർ സംബന്ധിച്ച് ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് പുറത്തുവരുന്ന വിവരം. അതായത് റഷ്യയും യുക്രൈനും തമ്മിൽ തന്നെ നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു എന്ന ശുഭകരമായ വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ബുധനാഴ്ച രാവിലെ US പ്രതിനിധികൾ യുക്രൈനിലെ കീവിലെത്തിയത് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. സൈനിക തന്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും കുറിച്ച് ചർച്ച ചെയ്യുക, സ്തംഭിച്ച സമാധാന ചർച്ചകളിൽ തീരുമാനമുണ്ടാക്കുക എന്നതാണ് US പ്രതിനിധികളുടെ ലക്ഷ്യമെന്നാണ് നേരത്തെ US വ്യക്തമാക്കിയിരുന്നത്. അപ്പോൾ ഇതിനൊരു രഹസ്യാത്മകത നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സമാധാന പ്രക്രിയയ്ക്കായുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. US സൈനിക ഉദ്യോഗസ്ഥരുമായി ഇന്ന് കീവിൽ ചർച്ച നടത്താൻ സെലൻസ്കി തീരുമാനിച്ചിട്ടുണ്ട് എന്ന ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ സെലൻസ്കിയുമായും അവർ പ്രത്യേകം ചർച്ച നടത്തും. തുർക്കി പ്രസിഡന്റ് റെസിപ് തയ്യിപ് എർദോഗാനുമായി സെലൻസ്കി ഒരു നിർണായകമായ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നമുക്കറിയാം, ഈ തുർക്കി ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഗസ സമാധാന പദ്ധതിയുമായും ഒക്കെ സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ്. അപ്പോൾ അവരുടെ വലിയ പിന്തുണ ഗസയിൽ സമാധാനത്തിലേക്ക് വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതിലുണ്ടായിരുന്നു. ആ കക്ഷികളൊക്കെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നു എന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നമുക്ക് കാണാം. യുക്രൈനിൽ വെടിനിർത്തലിനുള്ള വ്യവസ്ഥകൾ US റഷ്യയുമായി ചർച്ച ചെയ്യുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ സെലൻസ്കി എർദോഗാനുമായി ചർച്ച നടത്തിയത്. അപ്പോൾ ആ ഒരു ഇടപെടലിന്റെ ഭാഗം തന്നെയാണ് അത് എന്നാണ് കരുതുന്നത്. ഗ്രീസ്, ഫ്രാൻസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന് ശേഷമാണ് സെലൻസ്കി തുർക്കിയിലെത്തിയത്. വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കാൻ ശ്രമങ്ങൾ നടക്കുകയാണെന്നും സമാധാനം കൈവരിക്കുന്നതിനുള്ള വഴികൾ എർദോഗാനുമായി ചർച്ച ചെയ്യുമെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുക എന്നതാണ് യുക്രൈന്റെ പ്രഥമ പരിഗണനയെന്നും കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് സെലൻസ്കി വ്യക്തമാക്കിയിരുന്ന ഒരു സാഹചര്യം കൂടി നമ്മളിവിടെ കാണണം. അതേസമയം യുക്രൈന്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്, യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഏതാനും നിർദ്ദേശങ്ങൾ US മുന്നോട്ട് വെച്ചതായി യുക്രൈന് സൂചന ലഭിച്ചിട്ടുണ്ട്. US നേരിട്ട് റഷ്യയുമായി ഇത് ചർച്ച ചെയ്യുകയാണെന്നും നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിൽ യുക്രൈന് പങ്കില്ല എന്നും
ഉന്നത യുക്രൈൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യവും കൂടി നമുക്ക് മുന്നിലുണ്ട്. എന്തായാലും വളരെ നിർണായകമായ ഇടപെടലാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ട്രംപിനെ സംബന്ധിച്ച് യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ താൻ കേമനാണ്, മിടുക്കനാണ്, അതിനുള്ള കഴിവ് തനിക്കുണ്ട് എന്നത് ആവർത്തിച്ച് പറയുന്ന വ്യക്തിയാണ് ട്രംപ്. അത്തരമൊരു ഇടപെടൽ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നതാണ്. നമുക്കറിയാം, നേരത്തെ ട്രംപ് പുടിനുമായി ചർച്ചകൾ നടത്തിയിരുന്നതാണ്. ആ ചർച്ചകൾ വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാതെയാണ് അവസാനിച്ചത്. അലാസ്കയിൽ നടന്ന ചർച്ചയിൽ വലിയ നിർണായകമായ നേട്ടങ്ങളൊന്നും ഉണ്ടായില്ല. അതിനുശേഷം ഇസ്താംബൂളിൽ രണ്ട് നേതാക്കന്മാരും ചർച്ച നടത്തും എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് പിന്നീട് പുടിൻ പിൻവലിഞ്ഞു എന്ന വിവരങ്ങൾ വരുന്നു. പുടിൻ പിൻവലിഞ്ഞതിന് ശേഷം ആ കൂടിക്കാഴ്ച നടക്കില്ല എന്നായപ്പോൾ ട്രംപ് പറഞ്ഞു, എനിക്ക് വെറുതെ ചർച്ച നടത്തി സമയം കളയാനില്ല, അതുകൊണ്ട് ഞാനായിട്ട് ചർച്ച വേണ്ടാന്ന് വെച്ചതാണ് എന്ന് ട്രംപ് അവകാശപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായാലും ആ കൂടിക്കാഴ്ച നടക്കാതെ ഇരുന്നതോടുകൂടി ഈ പ്രശ്നം ഉടനെ ഒന്നും പരിഹരിക്കപ്പെടില്ല എന്ന് തോന്നിയിരുന്നതാണ്. അവിടെയാണ് ഇപ്പോൾ ഒരു സമാധാന കരാറിന്റെ സാധ്യതകളും സാഹചര്യങ്ങളും ഉരുത്തിരിയുന്നത്. അത് ഗാസ മോഡൽ ഒരു പീസ് ഡീലാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതിന്റെ സൂചനകളാണ്. 28 പദ്ധതികളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എന്തായാലും 2002 ഫെബ്രുവരിയിൽ ആരംഭിച്ച റഷ്യ യുക്രൈൻ യുദ്ധം 3 വർഷമായി തുടർന്നു വരുന്ന യുദ്ധം എന്ന് പറയുന്നത് വലിയ കൊടിയ നാശങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിരവധി മനുഷ്യരെ കുടിയേറ്റക്കാരാക്കി മാറ്റി, സമാനതകളില്ലാത്ത ദുരന്തം സമ്മാനിച്ചതാണ്. അവിടേക്ക് ഒരു സമാധാനത്തിന്റെ സൂചനകൾ വരുന്നത് തന്നെ വളരെ ആശ്വാസമാണ്. ആ സമാധാന പദ്ധതി നടപ്പാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ചർച്ചകൾ പോസിറ്റീവ് ആകട്ടെ. 3 വർഷമായി തുടർന്നു വരുന്ന യുദ്ധം വെടിനിർത്തലിലേക്ക് നീങ്ങട്ടെ. അവിടെ സമാധാന കരാർ യാഥാർത്ഥ്യമാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് കാത്തിരിക്കാം.